ആ അപ്പൊ ഗൈസ് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ പ്രീ വാർ സിറ്റുവേഷൻസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ നമ്മളൊരു 15-16 പേരൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ സിറ്റിയിൽ കറന്റ് പ്രീ വാറിനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ ഏകദേശം 35-40-35-36 പേരൊക്കെയാണ് ഒരു സിറ്റുവേഷനിൽ വരുന്നത്. 30-35 പേര്. അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മള് ഉള്ള എടുത്ത എനിക്കൊരു അത് പ്രത്യേകം എടുത്ത് പറയാണ്, റീസെന്റ് എടുത്ത റിക്രൂട്ട്മെന്റിലുള്ള എല്ലാവരോടും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. എല്ലാവരും ഇവിടെ ലേറ്റ് നൈറ്റും അതുപോലെ തന്നെ ആർപിക്കും സംസാരത്തിനും എല്ലാത്തിനും നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആണ്. അതിന് ഞാൻ ഒരു പ്രത്യേക താങ്ക് യു പറയുവാണ്. പ്രത്യേക താങ്ക് യു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. എല്ലാവരും എല്ലാ രീതിയിലും നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. അത് തുടക്കത്തെ ആവേശം മാത്രമല്ലാതെ മുന്നോട്ട് ഇനി അങ്ങനെ അങ്ങനെ പോട്ടെ. സോ അപ്പൊ നമുക്ക് ഇനി കുറച്ച് പ്ലേയേഴ്സും കൂടെ വേണം. അപ്പൊ അറിയാം, നമുക്ക് ഇതുവരെ നമുക്ക് ആ ഒരു 15 ആക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. 30 ആ ഒരു ആക്റ്റീവിനെ കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മളുടെ കൂട്ടത്തിലോട്ട് 2 പേരാണ് വരണേ. മെയിൻലി 2 പ്ലേയേഴ്സിനെയാണ് നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്യണത്. ആൻഡ് ഇറ്റ്സ് പ്യുവർലി 2 പേരും PvP പ്ലേയേഴ്സ് ആണ്. ആൻഡ് ആദ്യത്തെ പ്ലെയറിനെ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ പ്ലെയർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരും എൻ്റെ അടുത്ത് സജസ്റ്റ് ഒന്നും ചെയ്ത ഒരു പ്ലെയർ ഒന്നും അല്ല. സജഷൻ വൈസസിൽ എടുത്ത പ്ലെയർ അല്ല ആദ്യത്തെ പ്ലെയർ. ആദ്യത്തെ പ്ലെയറിനെ ഞാൻ കുറേ നാള് ഞാൻ ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. ഞാൻ ഇടയ്ക്ക് ഈ പറയണതുപോലെ ഗൺ പവർ ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് വട്ടം TDMലും ഒക്കെ ഒത്തിരി ഹാർഡ് ഗ്രൈൻഡ് ചെയ്യണ ഒരു പ്ലെയറിനെ ഞാൻ കുറേ നോട്ടീസ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഇടയ്ക്ക് നമ്മൾ TVയിൽ മെയിനായിട്ട് റിക്രൂട്ട്മെന്റ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നൊരു പ്ലെയറാണ്. സോ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പം എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തോന്നി, ഇൻവൈറ്റ് ചെയ്യണം എന്ന് തോന്നി. സോ ആളുടെ മോണ്ടേജും അല്ലെ ഗ്യാങ്ങിലെ കോൺട്രിബ്യൂഷനും ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഇൻവൈറ്റ് ചെയ്യണത്. എൻ്റെ പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഞാൻ വിളിച്ചതാണ് TVയിലോട്ട്. സോ ഐ എം വെൽക്കമിങ് വാഗോസ് LX2 to TVA as TVA LX2. Welcome to TVA LX2 മോനെ, വാടാ. ഒരാള് സജഷൻ ചെയ്തല്ല, അവന്റെ ലൈവ് സ്ട്രീം കണ്ടും അവന്റെ LX2 നിന്നെ ഞാൻ എന്ത് വിളിക്കും? LX2 എന്ന് വിളിക്കണോ? LX2 എന്ന് വിളിക്കല്ലേ? അപ്പൊ LX2 മോനെ, വെൽക്കം ടു TVA. ഞാൻ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാണ്. സോ ഞാൻ നിന്നെ ആരും എനിക്ക് സജസ്റ്റ് ചെയ്തതോ അങ്ങനെയൊന്നും അല്ല. ആൻഡ് ഇതുവരെ ഇത്രയും ത്രൂ ഔട്ട് ഇത്രയും കുറെ നാളായിട്ട് ഞാൻ പണ്ട് ഗ്രൈൻഡ് ചെയ്തണ തൊട്ട് ഇന്ന് വരെ നിന്നെ ഒരുപാട് ആക്റ്റീവായിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്, സിറ്റികളിലും കണ്ടിട്ടുണ്ട്. ആൻഡ് ഗൺ പവറിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എനിക്ക് കുറച്ച് ഇംപ്രസീവ് ആക്കിയ ഒരു പ്ലെയറാണ് നീ എന്നെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നീ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വെൽക്കം ടു TV. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനു മുമ്പുള്ള കുടുംബത്തിനോടോ അല്ല ആരുടെയും ഒക്കെ താങ്ക് യു ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. വാഗോസ് പിന്നെ ഞങ്ങളുടെ BXD ഫാം എന്ന് പറഞ്ഞ ഇതാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് തുടക്കം തൊട്ടേ RPയിൽ കൂടെ ഉണ്ടായിരുന്നവരാ. അവരോടൊരു വലിയ ഇതുണ്ട്. അവരാണ് മെയിൻ ആയിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ചോദിക്കുന്ന പറഞ്ഞ് മെയിൻ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നവരാ. മുടി കൊടുത്താൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ നമ്മുടെ TVയിൽ പണ്ടുണ്ടായിരുന്ന സ്റ്റീവ് ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റീവ്. ആദ്യമായിട്ടാണ് സ്റ്റീവ് അവനാണെങ്കിൽ കുറച്ച് എന്താ പറയാ, അവൻ പ്രൈമിൽ നിന്ന് അവൻ എപ്പോഴും പ്രൈമിലായിരുന്നു. അവൻ അത്രയും കിടലായിട്ട് നിൽക്കുന്ന ടൈമിൽ അവൻ എൻ്റെ അടുത്ത് ആരും അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു 1 വർഷം മുമ്പ് എന്നെ സ്റ്റീവ് സജസ്റ്റ് ചെയ്തതാണ് നിന്നെ. 1.5 വർഷം മുമ്പ് സ്റ്റീവ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഭയങ്കര നല്ല എയിം ഉള്ള ഒരു പ്ലെയർ ഉണ്ട്, അവൻ TDMൽ കയറുമ്പോൾ നല്ല അടി കിട്ടുന്നുണ്ട്, നിന്റേതും കിട്ടുന്നുണ്ട്, നിനക്കും തരുന്നുണ്ടെന്ന് പറഞ്ഞ് അന്ന് സ്റ്റീവ് റെക്കമെൻഡ് ചെയ്തതാണ് നിന്നെ. സോ അന്ന് തൊട്ടേ ഞാൻ കൺസിഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലെയർ ആണ്. സോ എടാ വെൽക്കം ടു TVA. ഓക്കെ, അപ്പൊ അപ്പുറത്തോട്ട് ചെന്നോ. പയ്യനെ അങ്ങോട്ടൊന്ന് വിടുവാണേ.
ജോക്കി വെടിവീരനാണ് കേട്ടാ. വെടിവീരന കണ്ടാൽ തന്നെ ഒരു വെടിയുടെ ദുഃഖമുണ്ട്. നല്ല നല്ല വെടിവെക്കും ജോക്കി. അവനെ പറഞ്ഞ് കളിപ്പിക്കാൻ ഒരാൾ മതി. നമുക്കത് എന്തായാലും നമുക്കിപ്പോ ഉണ്ട്. സോ പയ്യ നല്ല അണ്ടർറേറ്റഡ് ആണ് ജോക്കി. ഒത്തിരി ഒത്തിരി നാളായിട്ട് ഇതില് അവനങ്ങനെ ഗ്യാങ്ങിലൊന്നും വലുതായിട്ടൊന്നും ഇതിലായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും PvP നല്ലതുപോലെ ഇത് ചെയ്യുമായിരുന്നു കേട്ടോ. മറ്റേ TDM ആയാലും എല്ലാം. അപ്പൊ അങ്ങനെ. സോ വെൽക്കം ടു TVA LX. അപ്പൊ അടുത്ത റിക്രൂട്ട്മെന്റ് ഇതും നമ്മള് കുറച്ച് നാൾക്ക് മുമ്പ് കൺസിഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന, നമുക്ക് കുറേ സജഷൻ വന്നിട്ടുള്ള പ്ലെയർ ആണ്. സോ അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടതും അടുത്തതുമായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആണ്. സോ കഴിഞ്ഞ വട്ടം നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളോടാണ്. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി ഹെലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഡീമൻ ഉണ്ട്. സോ ഡീമൻ ഒരു എപ്പോഴും ഹെലി ഓടിച്ച് കളിക്കാതെ ഡീമനും ഗ്രൗണ്ടിലൊക്കെ കളിക്കണ്ടേ. സോ അപ്പോൾ ഐ ആം വെൽക്കമിങ് ബെല്ലാരി ലോലൻ ടു TVA as TVA ലോലൻ. വെൽക്കം ടു TVA ലോല. വാടാ മോനെ കേറി. ലോല വെൽക്കം ടു ഇവ ഹെലിവീരനാണ് ഇവൻ. നമുക്ക് നേരത്തെ രണ്ടുപേരുണ്ടായിരുന്നു. സുനിമോൻ ഉണ്ടായിരുന്നു, ബുള്ളറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഡീമൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഹെലി ഓടിക്കാൻ. അപ്പം രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കാലോ. വെടിവീരനുമാണ് ഹെലിവീരനുമാണ്. അല്ല പറയാൻ ഇപ്പം ഞാൻ ബെല്ലാരി നടപ്പ് എല്ലാവരും എന്നെ അറിഞ്ഞു. അപ്പൊ ബെല്ലാരിയിലുള്ള എല്ലാവർക്കും ഒരു താങ്ക് യു. രായനോടൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാരോടും പറഞ്ഞല്ലേ? എല്ലാരോടും പറഞ്ഞു. പിന്നെ എന്താ പറ? വേറൊന്നുമില്ല. പള്ളി എടുക്കൂടാ നീ? ഓ എന്നെ തേടി ഇങ്ങോട്ട് വരും. തേടി വരുമല്ലേ? ഞാൻ ചുമ്മാ അവിടെ ചെന്ന് നിന്നാ മതി. മാഗ്നറ്റാ പയ്യൻ. ഓ കണ്ണാപ്പിക്ക് ശേഷം ഏറ്റവും ഹേറ്റുള്ള എനിക്കാണ് സിറ്റിയിൽ. കണ്ണാപ്പി കഴിഞ്ഞാൽ രണ്ടാമത്തെ വള്ളി മാഗ്നറ്റ് ആണ് ചെറുക്കൻ. അപ്പൊ എടാ വെൽക്കം ടു TVA. വാ നമുക്കപ്പോ അങ്ങോട്ട് പോവാ. വാ. ലോലന്റെ ഹെൽഫയർ ആടാ. ഇതാ ലോലൻ അല്ല കേട്ടാ.